ഏട്ടന് ഇത് തന്നെയാ പറയണത്. ചില സമയത്ത് ആളെ തന്നെ അറിയാത്ത മാതിരി തുറച്ചു നോക്കോത്രേ. എന്തൊക്കെ പറഞ്ഞാലും അമ്പാലിക ഭാഗ്യവതിയാ. അവളുടെ ഈ ന്യൂനതയൊന്നും വകവയ്ക്കാതെ അവളെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടിയല്ലോ, അതൊരു ഭാഗ്യം തന്നെയാ. എന്താ ആലോചിക്കുന്നത്? ഈ കാറ്റിന് നല്ല മണമല്ലേ? ഏയ്, എനിക്കങ്ങനെ ഒരു മണം തോന്നുന്നില്ല. ഉണ്ട്, നല്ല മണമുണ്ട്. ഈ നിലാവിൽ ഇങ്ങനെ ഒഴുകി നടക്കാൻ എന്ത് രസമായിരിക്കും അല്ലേ? അമ്പാലിക്ക് വെറുതെ തോന്നണതാ. ഇവിടെ ഒരു മണവുമില്ല. ഇപ്പൊ മുല്ല പൂക്കണ കാലുമല്ല. മുല്ലപ്പൂവിന്റെ മണമല്ല, നല്ല പാലപ്പൂവിന്റെ മണം. എവിടെയോ പാല് പൂത്തിരിക്കണോ? നീ ഇങ്ങനെ അസംബന്ധം പറയാതെ അമ്പാലിയെ. പാലപ്പൂവിന് എങ്ങനെ നല്ല മണം ഉണ്ടാവുക? അതിനൊരു രൂക്ഷഗന്ധ അല്ല, അതിന് മതിപ്പിക്കുന്ന നല്ല മണമാണ്. അത് മനസ്സിന് എന്തെന്നില്ലാത്ത ആഹ്ലാദവും സന്തോഷവും തരും. നീ എന്താ യക്ഷിയ? പാലപ്പൂവിന്റെ മണത്തെ പറ്റി ഇത്ര വർണ്ണിക്കാൻ? സമയം ഒരുപാടായി. വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് ആ മണം വളരെ ഇഷ്ടമാ. കിടന്നോളൂ, ഞാൻ വരാം. വേണ്ട, ഇനി നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട. നമുക്ക് കിടക്കാം. വരൂ. ഇന്നലത്തെ അവളുടെ ഭാവം കണ്ട നീ കൂടി ഭയപ്പെട്ടിരിക്കു വെച്ചു. ഒരു നിമിഷം അവിടെ നിറങ്ങിപ്പോയാലോ എന്ന് കൂടി ഞാൻ ആലോചിച്ചു. ഏട്ടന് ഓർമ്മയുണ്ടോ ആദ്യം ഏടത്തിയമ്മ കണ്ടപ്പോ ദാമുമ്മ പറഞ്ഞത്? എന്നാലും എനിക്ക് അവളെ വെറുക്കാൻ കഴിയില്ലച്ചു. സ്നേഹം കൂടുന്നേ ഉള്ളൂ. ശ്രീദേവി പറയണ മാതിരി ഏടത്തിയമ്മയുടെ ഭാഗ്യം. ഭാഗ്യോ നിർഭാഗ്യോ? സ്നേഹമുണ്ടെങ്കിലും നിന്നോട് പറയാമല്ലോ അച്ചു. സത്യത്തില് എനിക്ക് രാത്രി അവളുടെ കൂടെ ഉറങ്ങാൻ ഭയാണ്. എപ്പോഴാ അവളുടെ ഭാവം മാറുകയെന്നറിയില്ല. ഒരുമാതിരി കരുതലോടെയാ ഞാനിപ്പോ പെരുമാറുന്നത്. നമുക്കിത് പാലക്കൽക്കാരോട് പറയണതല്ലേ ശരി? ഏടത്തിയമ്മയ്ക്ക് സംഭവിച്ചതിനെ പറ്റി അവർക്ക് അറിയാന്നാ തോന്നണത്. അതായിരിക്കാം തങ്കമണിയെ പ്രസവത്തിന് തറവാട്ടിലേക്ക് കൂട്ടിയിട്ട് വരാഞ്ഞത്. എന്തായാലും നമുക്ക് ദാമുമാമയോട് പറയാം. നിങ്ങൾ വിചാരിക്കണ മാതിരി ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയാമെന്നെ. ഒരു പ്രശ്നം വെച്ച് നോക്കിയാലൊന്നാ. അതാണ് ഏട്ടന്റെ അഭിപ്രായം. ഇടയ്ക്കിടയ്ക്ക് അമ്പാലിയേക്ക് ഒരു മയക്കം ഉണ്ടാവുന്നുണ്ടല്ലോ. ദാമുമ്മയ്ക്ക് ശ്രീദേവിയുടെയും കൂടെ ജാതകം നോക്കിക്കണമെന്ന അഭിപ്രായ. നിങ്ങൾ ജാതകം നോക്കിക്കേ, പരിഹാരം കാണേ, എന്ത് ചെയ്താലും എനിക്കൊരു എതിരഭിപ്രായവുമില്ല. പക്ഷേ ഇവിടുന്ന് ബാധ കൂടി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കുട്ടികളുണ്ടാവാത്തതിന് ജാതകപ്രകാരം വല്ല കാരണവും ഉണ്ടോന്ന് നോക്കാവുന്നേ ഉള്ളൂ. മൂക്കോല വേലുയെഴുത്തച്ഛൻ നല്ല ജോത്സ്യരാ. ഞാൻ വേണമെങ്കിൽ അയാളെ കൂട്ടിയിട്ട് വരാം. അത് വേണമെങ്കിൽ ചെയ്യാം. എഴുത്തച്ഛൻ രാമനായരുടെ കൂടെ ഇവിടെയും വന്നിട്ടുണ്ട്. എഴുത്തച്ഛൻ എന്നാ വരാൻ സൗകര്യം എന്ന് അപ്പുട്ടനെ വിട്ട് അന്വേഷിപ്പിക്കാം. അമ്പാലികയുടെയും ശ്രീദേവിയുടെയും കല്യാണത്തിന് രാമൻ നായരില്ലാതെ വല്ലാത്ത മനപ്രയാസമായിരുന്നു. ഇവിടെ ഇങ്ങനെയൊരു കാര്യം നടക്കാനുള്ള സാധ്യത എനിക്ക് ഊഹിക്കാൻ പറ്റിയില്ല. പിന്നെ ഈ കുട്ടികളുടെ കല്യാണത്തെ പറ്റി ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. കുട്ടികൾ വളർന്നതും. എന്റെ മനസ്സിൽ ഇപ്പോഴും അവർ 3 പേരും അന്നത്തെ ആ കൊച്ചുകുട്ടികളാ. എന്നാലും തന്തമാമ ഞങ്ങളെ ഇടയ്ക്കൊക്കെ ഓർക്കേണ്ടതായിരുന്നു. ദൂരത്തിരുന്നാലും സ്വന്തത്തിലുള്ളവർക്ക് എന്തെങ്കിലും ആപത്ത് വരുന്നത് മുൻകൂട്ടി കാണാനുള്ള കഴിവ് നിങ്ങളെപ്പോലുള്ള വലിയ സിദ്ധന്മാർക്കുണ്ടെന്നാണല്ലോ പൊതുവെ പറയാറ്. അത് ശരിയാ. പക്ഷേ ഞാൻ എല്ലാ മന്ത്രതന്ത്രങ്ങളും ഉപേക്ഷിച്ച് എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് എന്റെ വഴി തേടി നടക്കുകയാണ്. ഹരിദ്വാറിലായാലും ഋഷികേശിലായാലും ബദരീനാഥിലായാലും ഒരിടത്തും ഞാൻ സ്ഥിരമായി ഇരിക്കാറില്ല. എന്നിട്ടും വല്ലപ്പോഴും ഈ വീടിനെ കുറിച്ചുള്ള ഓർമ്മ എനിക്ക് വരാറുണ്ട്. ഈ ലോകത്തിൽ എന്നെ ബന്ധിക്കുന്ന ഒരേ ഒരു കണ്ണി അത് നിങ്ങളാ.
കൂടുതൽ മനസ്സിൽ ചിന്തിക്കാത്തത് കൊണ്ട് നിങ്ങളെപ്പറ്റി അറിയാതെ പോയി. ശരി, ഗൗരി വിഷമിക്കണ്ട. നാളെ നമുക്ക് ശ്രീവത്സത്തേക്ക് പോവാം. ഞാൻ അമ്പാലികയെ ഒന്ന് കാണട്ടെ. എന്നെ കണ്ടാൽ തന്നെ ഒരുമാതിരിയൊക്കെ മാറിപ്പോവും. വരൂ വരൂ. നമസ്കാരം. ആൾത്തറയ്ക്ക് പോവാം. കാണാനുണ്ടോ? സൂക്ഷിക്കേണ്ടത് ഞാനായിരുന്നു. ഏതായാലും ഇനി അതിൽ കയറുന്നില്ല. ഞാൻ നടന്നോളാം. ഈ വെയിലത്ത് ഞാൻ നടന്നു പോയിക്കോളാം. ഗുരുനാഥൻ എന്നെ അനുഗ്രഹിക്കണം. നന്നായി വരട്ടെ. ഇത് പപ്പൻ, പത്മനാഭമേനോൻ, അമ്പാലികയുടെ ഭർത്താവ്. കണ്ടപ്പോഴേ തോന്നി. ഇത് ശ്രീദേവിയുടെ ഭർത്താവ്. ഞാൻ ഊഹിച്ചു. എന്താ ഇത്ര വേഗം മടങ്ങിയത്? ഗുരുനാഥനെ കാണാൻ ഞാൻ ഇവരെയും കൂട്ടി ഓടി വരികയായിരുന്നു. രാമൻ നായർ അകത്തേക്ക് കയറിയില്ല. വേണ്ട, അമ്പാലിക്ക് ബുദ്ധിമുട്ടാവും. ഞാൻ അതും കൂടി പറയാനാ വന്നത്. അമ്പാലികയെ ഏട്ടൻ ആദ്യം കണ്ടപ്പോഴേ പറഞ്ഞു എന്തോ ഒരു പന്തികണ്ട്. പപ്പ, ചോദിക്കുന്നതിന് ശരിയായ ഉത്തരം തരണം. നാണിക്കണ്ട. സാധാരണ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണോ നിങ്ങളുടെ ജീവിതം? അതോ അമ്പാലികയ്ക്ക് വല്ല വിരക്തിയും തോന്നാറുണ്ടോ? ചിലപ്പോഴൊക്കെ നല്ല സ്നേഹത്തോടുള്ള അമ്പാലികയായിരിക്കും. ചിലപ്പോ പെട്ടെന്ന് പാലപ്പൂവിന്റെ മണം വരുന്നു, നിലാവ് ഒഴുകുന്നു എന്നൊക്കെ പറഞ്ഞ് ഭാവം മാറും. അപ്പോ എനിക്കും ആ മുഖത്തേക്ക് നോക്കാൻ ഭയാണ്. ആ, ശരി. എന്തായാലും എഴുത്തച്ഛനെ കൂടി വരുത്തിക്കോളൂ. എല്ലാം നേരെയാവും. ഞാൻ പോകുന്നു. എന്താ തങ്കമണി മോനെ കൊണ്ടുവരാഞ്ഞത്? അല്ല, ആൺകുട്ടി തന്നെ അല്ലേ? അതെ, മോൻ തന്നെയാ. ആ. ദിനേശ് എന്ന പേര്. അവനെ മണിയെ കൊണ്ടുവരാന്ന് പറഞ്ഞു. എനിക്ക് അവനെ എടുത്തു നടക്കാൻ വയ്യാഞ്ഞിട്ട് തന്തമാമേ. എടുക്കാനും നടത്താനും പറ്റാത്ത പ്രായം അവന്. ഒരടി നടക്കാൻ അവൻ കൂട്ടാക്കില്ല. ശരി മോളെ, ഞാനൊരു രക്ഷ തരാം. ശരി. അതവന്റെ അരയിൽ കെട്ടിക്കൊടുക്കൂ. എന്താ എഴുത്തച്ഛ, വ്യക്തമാവണില്ലേ? എന്തോ തടസ്സം ഇവിടെ ചുറ്റും തക്കണം. പപ്പേട്ടനും അച്ചോട്ടനും കൂടി എങ്ങോട്ടാ ഞാൻ എണീക്കുന്നതിന് മുമ്പേ പോയത്? പോണത് കണ്ടപ്പോഴാ ഞാൻ അറിഞ്ഞത്. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ എങ്ങോട്ടാന്ന് ചോദിക്കാൻ പാടില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ചോദിച്ചില്ല കേട്ടോ. അമ്പാലിക, ഇതാ കാപ്പി കേട്ടോ. അമ്മായി, അമ്മായി, എനിക്ക് പേടി തോന്നുന്നു. ഒന്നും പേടിക്കണ്ട. ജപിച്ച ചരട് കയ്യിലുണ്ടല്ലോ അല്ലേ? ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പ അമ്പാലി ഉറങ്ങണോ? ഉണർന്നു. ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞ് വീണ്ടും കിടന്നു. ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നത് കൃത്യമായി അമ്പാലി അറിഞ്ഞു എന്നുള്ളതാ അതിശയം. എന്തൊരു പരാക്രമമായിരുന്നു. കണ്ടപ്പോ വേദന തോന്നി. ശ്രീദേവി എന്തിനാ കരയണത്? അടങ്ങാനുള്ളതെല്ലാം ദാമമാ ചെയ്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്. എല്ലാം ഭേദാവും. എന്തുമാത്രം പ്രസരിപ്പുള്ള കുട്ടിയായിരുന്നു എന്നറിയോ അമ്പാലിക? വീട്ടിലാകെ അവളുടെ ചിരിയുടെയും
പാദസരത്തിന്റെയും കിലുക്കായിരുന്നു. പഴയ മാതിരി ആ കളിയും ചിരിയും ഒന്നുമില്ലെങ്കിലും ശ്രീകുട്ടി എന്നെ നീട്ടി വിളിക്കുന്നത് കേട്ടാ മതിയായിരുന്നു. ആഹാ, അമ്പാലിയുടെ കുളി കഴിഞ്ഞോ? ഞാൻ എണീറ്റിട്ടില്ലെന്നാ കരുതിയത്. ശ്രീ എന്താ പഴയ കഥകൾ പറയായിരുന്നോ? എന്താ ശ്രീ, എന്താ എന്താ ശ്രീ, എന്റെ ക്ഷീണം കണ്ട് പേടിച്ചോ? ശ്രീദേവി പറയണത് എത്ര വാസ്തവാണെന്നോ. അമ്പാലികയുടെ ചിരി മണിക്കിലിങ്ങണ മാതിരി തന്നെ കേട്ടോ. ശ്രീ പറയണത് പപ്പേട്ടൻ കേക്കണ്ട. അവൾ എപ്പോഴും എന്നെ പുകഴ്ത്തി മാത്രമേ പറയാറുള്ളൂ. എനിക്കും അത് വാസ്തവാണെന്ന് തോന്നുന്നു. എന്ത്, ശ്രീ വെറുതെ പുകഴ്ത്തുന്നതാണെന്നോ? അല്ല, ദാ ഈ കണ്ണുകളും മുഖവും മുടിയും എല്ലാം എത്രമാത്രം മനോഹരമായിരിക്കുന്നു, അതേപോലെ മനോഹരമാണ് ഈ ചിരിയും. ഈ സൗന്ദര്യം വർണ്ണിക്കാൻ വാക്കുകളില്ല.